ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നത് എന്താണ് അറിയോ, ഈ ടെറസിൻ്റെ മേലെ കുറച്ചല്ലേ ചണ്ടിയാണ് കണ്ടോ. ഈ ചണ്ടിയൊക്കെ ഒന്ന് അടിച്ച് വാരണം, പച്ചക്കറികൾ നനയ്ക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണോ, ഇങ്ങൾക്കും എൻ്റെ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതാട്ടോ കുറച്ച് പച്ചക്കറി കൃഷി കേട്ടോ. പച്ചക്കറി കൃഷി തുടങ്ങിയിട്ടുള്ളൂ, ഇതാ നട്ട് പിടിപ്പിച്ചിട്ടുള്ളൂ. ഇനി ഉണ്ടായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയാലോ. അപ്പോൾ ഇത് തക്കാളിയാണ് കേട്ടോ. തക്കാളി പൂവിടാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇതാ ചീര കേട്ടോ, ഈ ഇതിൽ തന്നെ ഉണ്ടായതാ കേട്ടോ. ഈ ചീരൊക്കെ പുറത്തുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ തക്കാളി. ഇതാ ഈ തക്കാളിമ്മ ഒന്ന് ഉണ്ടാവുന്നുണ്ട് കേട്ടോ, ഒരു കായ്. അത് കാണുന്നുണ്ടോ ഇല്ല അറിയില്ല. അതൊക്കെയാണ് ഇതാട്ടോ. അപ്പം ഇനി വലിയതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. തോനെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടാവണുള്ളൂ കേട്ടോ. പിന്നുള്ളത് എന്താ അറിയോ, മുളക് അങ്ങനത്തെ ഒക്കെ ഇതാട്ടോ. ഇത് പിന്നെ ഇതാട്ടോ മറ്റേ കുക്കുംബർ, നമ്മൾ സലാഡ് കുക്കുംബറാട്ടോ. ഇതൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന തൈ കേട്ടോ, ഫ്രീ തൈയാണ്. അങ്ങനെ കുഴിച്ചിട്ടതാണേ. ഇതാ മുളക് ഇതാ പൂവിട്ടേക്കണ്. ഇതാ അതൊക്കെ കുക്കുംബറാട്ടോ. ഇതൊക്കെ കുഴിച്ചിട്ടിട്ടുള്ളൂ. ഇത് വഴുതന കേട്ടോ. അപ്പോൾ വഴുതനയും പൂവിട്ടേക്കണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇനി ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പറിക്കണം. അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ക്യാബേജാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ക്യാബേജ് ഉണ്ട് കേട്ടോ. അതൊക്കെ ക്യാബേജാണ് കേട്ടോ. ഇതാ വലിയ ക്യാബേജ് ഇതുണ്ടാവണുള്ളൂ കേട്ടോ. അതൊക്കെ ക്യാബേജ് ഞാൻ നട്ട് പിടിപ്പിച്ച് തുടങ്ങണുള്ളൂ കൃഷിയൊക്കെ. അപ്പോൾ എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. അതൊക്കെ ഇങ്ങനെ കിട്ടിയപ്പം വെച്ചതാണെന്നുള്ളൂ, ഒന്നും ഇതിനെ പറ്റി അറിയില്ലേ. ഇതാ മുളക് ഇതൊക്കെ കായ്ക്കാൻ തുടങ്ങിയിരിക്കണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞ് കൃഷിയാണ് കേട്ടോ. ഇത് മത്തനാണേ, ടെറസിൻ്റെ മേലെ മത്തൻ. ആദ്യമായിട്ട് കേട്ടോ ഇതൊക്കെ നട്ട് പിടിപ്പിച്ച് ഉണ്ടാക്കണത്. ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ചോദിച്ചൊന്നും ഉണ്ടാക്കിയതാണ്. മത്തൻ ടെറസിൻ്റെ മേലെ ഉണ്ടാവുമോ ഇല്ലേ ഒന്നും അറിയില്ല. ഞാനിതിൽ കുഴിച്ചിട്ടിക്കണേ. അപ്പം ഇനി ഏതൊക്കെയെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ ഇതാ ചീര കേട്ടോ. ഇത് കുറച്ച് ചീരയാണ് കേട്ടോ, ഒരുപാടൊന്നുമില്ല, 2-3 മരട്ടുള്ളേ. പിന്നുള്ളത് ഏതാ, നമ്മളെ കുറച്ചൊക്കെ ഇത് പുതിനയാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പുതിനല്ലേ, അതിന് 2-3 മുരടില്ലേ, അതിൻ്റെ കൊമ്പ് ചെറിയ കൊമ്പ് അതിങ്ങനെ കുത്തി കൊടുത്താ കേട്ടോ. അങ്ങനെ ഉണ്ടായതാണ് ഇത്. ഒരുപാടുണ്ടേനി. ഇത് അതിൻ്റെ ചാക്കൊക്കെ ദ്രവിച്ച് പോയിക്കണം കേട്ടോ, കേട് നിൽക്കണേ. ഇത് ഞാൻ കുറേ ആയി കുഴിച്ചിട്ടിട്ട്. ഞാൻ കുറേ പറിച്ചിട്ടോ ഇതിമെന്ന്, വീട്ടിലത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഇതിമെന്ന് ഞാൻ പറിച്ചിക്കണേ. പിന്നെ എന്താ എൻ്റെ കുഞ്ഞി കൃഷി ഇതാട്ടോ. വൈകുന്നേരം വന്നാൽ നനയ്ക്കുക, ഇതൊക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കാറിന് ഭയങ്കര സന്തോഷം കേട്ടോ. രാവിലെ ഞാൻ വന്ന് നോക്കും കേട്ടോ. ചിലപ്പോൾ ഒരു നേരമൊക്കെ ഞാൻ നനയ്ക്കലുള്ളൂ. അപ്പോൾ രാവിലെ വന്ന് ഇതെന്തൊക്കെയാണെന്നോ കണ്ട് ഒക്കെ പോട്ടോ. പിന്നെ വൈകുന്നേരം നനയ്ക്കുക, ഒരു നേരമെങ്കിലും വന്ന് നോക്കും കേട്ടോ ഞാനിത് എന്തായി എങ്ങനെയൊക്കെ ആയി എന്നൊക്കെ അറിയാൻ. അപ്പോൾ ഇതൊക്കെ കേട്ടോ. ഇത് വേറെ സംഭവം കേട്ടോ. ഇതിലെന്താണ് അറിയോ, മീനാണ്. ഇത് കുറച്ച് മീനുണ്ട് കേട്ടോ, കുഞ്ഞ് ഗപ്പികൾ കേട്ടോ. ഇതിൻ്റെ ആൾ മോളാണ്. അങ്ങനെ ഇക്ക വാങ്ങി കൊടുത്താൽ കേട്ടോ കുറച്ച് മീൻ. ഇക്ക ഗൾഫ് പോണതിൻ്റെ മുന്നേ കുറച്ച് മീനൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇപ്പം ആൾക്ക് മീനൊന്നും വേണ്ട. ഇപ്പം ഞാനാട്ടോ ഇതൊക്കെ നോക്കണത്. കുറേയൊക്കെ ചത്തൊഴിണേ. എനിക്ക് ഇടയ്ക്കൊരു ഫുഡ് ഇട്ട് കൊടുക്കണം എന്നുള്ളേ, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്താ ഇതിലാണ്ടോ കുറേ ഉണ്ടേനി, കുറേ ചത്ത് കേട്ടോ. പക്ഷെ ഇറ്റകളിങ്ങനെ കാണാൻ നല്ല ഭംഗിയാട്ടോ, നല്ല രസമാണ് ഇറ്റകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഇതാ ഒന്നിൽ മാത്രമല്ല കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. ഇതിലൊക്കെ മീനുണ്ട്. ഇതാ ഇതിലൊക്കെ മീനെ കാണൂല എന്നുള്ളേ, വെള്ളം അങ്ങനെ കലങ്ങിയതുകൊണ്ട് മീനെ കാണൂല. അപ്പം ഇനി ഇതിൽ വെള്ളം മാറ്റുമ്പോൾ ഞങ്ങൾക്ക് മീനെ കാണിച്ചു തരാം കേട്ടോ, ഇതിലുള്ള മീൻ എന്തൊക്കെയാണെന്ന്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പച്ചക്കറിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടോ. അതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്, ഓവർ വെള്ളം ഒഴിക്കില്ലേ, ലേശിച്ച് വെള്ളം ഒഴിക്കുള്ളൂ. ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി ഉള്ള കാര്യമായിട്ടുള്ള പരിപാടി അതിനൊക്കെ ഒന്ന് പോട്ടെ.
അപ്പോൾ കാര്യമായിട്ടുള്ള പരിപാടി എന്താ പറഞ്ഞാൽ ഇതാ ഇതിൻ്റെ മേലെ നിറച്ചും ചണ്ടിയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അടിച്ചിറങ്ങി ഇത് അടുത്ത വീട്ടിലത്തെ മറ്റുമെന്ന് വീഴണ ചണ്ടി കേട്ടോ. ഒരുപാട് ചണ്ടി ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ അടിച്ചിറങ്ങി ഒന്നരാടം കൂടുമ്പോൾ അടിച്ചേരിയില്ലെങ്കിൽ ടെറസിൻ്റെ മേലെ ആകെ ചണ്ടിയും ഒരു വൃത്തികേടായിരിക്കും. കണ്ടില്ലേ, ഒന്നായിട്ട് ചണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു തരട്ടെ. ഇതൊക്കെ കണ്ടില്ലേ, മുരിങ്ങൻ്റെ ഇലല്ലേ, അത് വീണിട്ട് ടെറസിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ അടിച്ചരിയാലും കിട്ടൂല. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചരട്ടോ, നല്ല ഒന്ന് അടിച്ച് നല്ല ഊക്കിലിട്ട് അടിച്ചരണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. അങ്ങനെയൊന്നും കിട്ടൂല, അവിടെ ഒട്ടി പിടിച്ച് നിൽക്കും അടിച്ചരിയാൽ. അപ്പോൾ അതൊന്ന് അടിച്ചരി, വേഗം അടിച്ചരട്ടെ. വൈകുന്നേരം അയക്കണേ, ബാങ്ക് കൊടുക്കാനയക്കണേ. അപ്പോൾ വേഗം അതൊന്ന് അടിച്ചരി വാരട്ടെ. ഇതാ അവിടെ ഒക്കെ അടിച്ചു തരും കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടതാ ഇവിടെ വരെ എത്തിയാണ്. എന്താ പിന്നെ പൂപ്പലും ഉണ്ട് കേട്ടോ ടെറസിൻ്റെ മേലെ. മഴ ചെയ്തപ്പം പൂപ്പൽ പിടിച്ചത് അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ അവിടെ ഒക്കെ അടിച്ചു തരിക്കണേ. ഇനി കുറച്ച് ഭാഗം കൂടി അടിച്ചു തരാണ്ട് അവിടെ അടിച്ചു തരിക ചണ്ടി കേട്ടോ. ഇത്രയും ചണ്ടി ഇതാ അവിടെ ഒക്കെ എല്ലാം ക്ലിയറായി. ഇത്രയും ചണ്ടി കേട്ടോ ഉള്ളത്. ഇതാ ഈ മരത്തുമെന്ന് കേട്ടോ വീകണത്. ഇതടുത്ത വീട്ടിലുള്ള മരമാണ്. അപ്പോൾ ആ മരത്തുമെന്ന് വീണതാണ്. മാവിൻ്റെ മരം, മാവാട്ടത്, അതിമത്തെ മാവിൻ്റെ ഇല ഇട്ടത്. അപ്പോൾ ഇത് അടിച്ചേരി കൂട്ടാക്കി വെച്ചാണ്. ഇനി അതെന്താ ചെയ്യാറിയോ, ഇവിടെ അത് ചാക്ക് കഴിഞ്ഞ പ്രാവശ്യം അടിച്ചേരിയത് ഈ ചാക്കിലാണ് ഞാൻ വാരിച്ചത്. അപ്പോൾ ഇതും അതേമാതിരി ഈ ചാക്കിൽ വാരിക്കണം. ആദ്യമൊക്കെ ഞാൻ അടിച്ചേരി എന്ത് ചെയ്യുക, തീ കത്തിക്കണം അവിടെ ഇട്ട കൊണ്ട് ഇടല്. പിന്നെ ഞാൻ അത് ഇത് ചാക്ക് വാരിച്ചിട്ട് പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ വൈകുന്നേരമായി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഇത് അവലും തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് അന്നമോൾ ഉണ്ടാക്കിയതാണ്. എൻ്റെ മോൾ ഉണ്ടാക്കിയതാണിത്. അപ്പം ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ചായ ഓൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ.